വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യാരാജഗുഹ്യ യോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. ഈ എപ്പിസോഡിലൂടെ നാം 9-ാം അധ്യായം 23 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് മനസ്സിലാക്കുന്നത്. യേപ്യന്യദേവതാ ഭക്താ യജന്തി ശ്രദ്ധയാന്വിതാ തേപി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അർജുന, അന്യദേവന്മാരെ ശ്രദ്ധയോടെ ഭജിക്കുന്നവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്, എങ്കിലും വിധിപ്രകാരമല്ല. കാരണം അന്യദേവന്മാരെല്ലാം എൻ്റെ സൃഷ്ടികളാണ്. അവരെ ഭജിച്ച് കിട്ടുന്ന ഫലങ്ങളും ഞാൻ തന്നെയാണ് അവരിലൂടെ നൽകുന്നത്. അവർക്ക് മുക്തി കൊടുക്കാൻ സാധ്യമേ അല്ല. എല്ലാ കർമ്മങ്ങളുടെയും യജ്ഞങ്ങളുടെയും കർത്താവും ഭോക്താവും നിയന്താവും എല്ലാം പരമപുരുഷനാണെന്ന് മനസ്സിലാക്കി നിഷ്കാമനായി ഈശ്വര ഭജനം അല്ലെങ്കിൽ പരമാത്മ ഭജനമാണ് ചെയ്യേണ്ടത്. എന്നാൽ അത് മനസ്സിലാക്കാതെ ദേവന്മാരെ പൂജിക്കുന്നവർ പുണ്യങ്ങൾ സമ്പാദിച്ച് മരണശേഷം ദേവലോകം വരെ എത്തുന്നു. പിതൃക്കളെ പൂജിക്കുന്നവർ ശ്രാദ്ധാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് മരണശേഷം പിതൃലോകം വരെ എത്തുന്നു. എന്നാൽ ഇവർക്കെല്ലാം പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടതുണ്ട്. എന്നാൽ നിരന്തരമായ ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ പരമപദത്തിലെത്തി മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇങ്ങനെ നിരന്തരം ഭഗവത് ഭജനം ചെയ്യുന്നവൻ നിഷ്കാമനായി തുളസിയിലയോ പൂവോ പഴം വെള്ളം ഇതിലേതായാലും ശുദ്ധ മനസ്സോടെ ഭക്തിയോടെ എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ അതിനെ സ്വീകരിച്ച് അവനെ അനുഗ്രഹിക്കും. അർജുന, നീ എന്ത് കർമ്മം ചെയ്യുന്നുവോ, എന്ത് കഴിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് ഹോമിക്കുന്നുവോ എല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക. നിത്യനിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളും അനുഭവിക്കുന്ന കർമ്മഫലങ്ങളും എല്ലാം ശുദ്ധ മനസ്സോടെ ഈശ്വരാർപ്പണമായി ചെയ്യുക. അത് തന്നെ മഹത്തായ ഭഗവത് ആരാധനം എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുണ്യപാപങ്ങളോ ഗുണദോഷങ്ങളോ ഒന്നും തന്നെ ഭക്തനെ ബാധിക്കുകയില്ല. എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഭഗവത് പാദത്തിലെത്തി നിശേഷമില്ലാതെ ആകുന്നു. അങ്ങനെ ഭക്തന് യാതൊരു കർമ്മമോ കർമ്മഫലമോ ബാധിക്കാതെ ശുഭമോ അശുഭമോ ആയ കർമ്മബന്ധങ്ങളില്ലാതെ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയദാത്മനാ യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. അർജുന, എനിക്ക് മനുഷ്യരിൽ ആരോടും സ്നേഹക്കൂടുതലോ സ്നേഹക്കുറവോ ഒന്നും തന്നെയില്ല. എന്നാൽ ചിലർ ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖങ്ങൾ അനുഭവിക്കുന്നു, ചിലർ ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നത്. ഇതിന് കാരണം അവരുടെ കർമ്മവും കർമ്മഫലങ്ങളുമാണ്. കർമ്മങ്ങളിൽ നിന്നുള്ള പാപപുണ്യങ്ങളാണ് ഈ അനുഭവങ്ങൾക്ക് കാരണം. കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ മഹാപാപികൾ പോലും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവരെ സജ്ജനങ്ങളായി മാനിച്ച് ഉദ്ധരിക്കും. ഇതിനുദാഹരണമാണ് വാൽമീകി, അജാമിളൻ ഇവരെല്ലാം.
മോഷ്ടാവായിരുന്ന രത്നാകരൻ രാമനാമത്തിലൂടെ ശ്രേഷ്ഠമുനിയായ വാൽമീകിയായി വാൽമീകി രാമായണം രചിച്ചതും മരണസമയത്ത് ഭയം കൊണ്ട് മകനീ നാരായണ എന്ന് വിളിച്ച് പാപവിമുക്തനായ അജാമിളനും ഇതിന് ഉദാഹരണമാണ്. പക്ഷേ നാമം നാമിൽ വരണമെങ്കിൽ ഉള്ളിൽ നിരന്തരമായ ഭഗവത് പ്രേമം ഉണ്ടാവണം. ദുരാചാരിയാണെങ്കിലും തന്നെ സ്മരിക്കുന്നവനെ സത്സംഗം കൊണ്ട് ഭഗവാൻ ഉദ്ധരിക്കും. ഭഗവാൻ തുടരുന്നു: അർജുന, ധാർമ്മികമായ ജീവിതം ഭഗവത് ഭജനത്തോടുകൂടി നയിക്കുന്നവന് വളരെ വേഗത്തിൽ പരമശാന്തി ലഭിക്കും. അല്പമായിട്ടെങ്കിലും ഭഗവാനെ ഭജിച്ച ഭക്തന് നാശം വരികയേയില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. ക്ഷിപ്രം ഭവന്തി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർജുന, പാപികളെന്നോ ശൂദ്രന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ ആരെന്നെ ആശ്രയിക്കുന്നുവോ അവരെ സർവപാപ വിമുക്തരാക്കി ഞാൻ പരമപദത്തിലെത്തിക്കും. അനിത്യമായ ഈ ലോകത്തിൽ നിത്യനായ ശാശ്വതനായ ആനന്ദസ്വരൂപനായ ഭഗവാനെ അല്ലാതെ മറ്റാരെയും സേവിക്കാനില്ല. പുണ്യാത്മാക്കൾ ഇതറിഞ്ഞ് നിരന്തരമായ ഭഗവത് ഭജനത്തിലൂടെ എന്നെ സ്മരിച്ച് എന്നെ പ്രാപിക്കുന്നു. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. അതിനാൽ അർജുന, സർവകർമ്മങ്ങളും എന്നിൽ അർപ്പണം ചെയ്ത് എന്നെ നിരന്തരം ഭജിച്ച് നമസ്കരിച്ച് ശരണം പ്രാപിക്കൂ. നീ തീർച്ചയായും എന്നെ തന്നെ പ്രാപിക്കും. ഇവിടെ 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം പൂർണ്ണമാകുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ തുടർന്ന് കേൾക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമഃ.